മലയാള സിനിമയിലെ യുവ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ വലിയൊരു നിയമക്കുരുക്കിലാണ് എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറയുന്നത്. ദുൽഖറിൻ്റെ കോടികൾ വിലമതിക്കുന്ന 4 ആഡംബര കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ വെച്ച് 7 മണിക്കൂർ നേരത്തോളം താരത്തെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. എന്നാൽ ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്. ദുൽഖർ സൽമാൻ ശരിക്കും ഒരു നികുതി വെട്ടിപ്പുകാരനാണോ, അതോ വലിയൊരു രാജ്യാന്തര വാഹനക്കടത്ത് മാഫിയയുടെ വലയിൽപ്പെട്ടുപോയ വെറുമൊരു ഇര മാത്രമാണ്? ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം ദുൽഖർ ഇവിടെ വേട്ടയാടപ്പെടുകയാണ്. എന്താണ് ഈ വിവാദത്തിന് പുറകിലുള്ള സത്യം? ആദ്യം തന്നെ ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റംസ് വിഭാഗം നടത്തുന്ന അതീവ രഹസ്യമായ ഒരു അന്വേഷണമാണ് ഈ ഓപ്പറേഷൻ നംഖോർ. ഭൂട്ടാൻ ഭാഷയിൽ ഈ നംഖോർ എന്നാൽ വാഹനം എന്നാണ് അർത്ഥം. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി വഴി നടക്കുന്ന ഒരു തട്ടിപ്പിനെ പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ പേരാണ് ഇത്. വിദേശത്ത് നിന്ന് ആഡംബര കാറുകൾ നേരിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഏതാണ്ട് 160% കസ്റ്റംസ് ഡ്യൂട്ടി അഥവാ നികുതി അടയ്ക്കണം. ഇതൊഴിവാക്കാൻ ചില മാഫിയ സംഘങ്ങൾ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഭൂട്ടാൻ റൂട്ട്. ഈ റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച വണ്ടികളും വിദേശത്ത് നിന്ന് ഭാഗങ്ങളായി ഓരോരോ പാർട്ടുകളായിട്ട് കണ്ടെയ്നറുകളിൽ എത്തുന്ന വണ്ടികളും എല്ലാം ഇന്ത്യയിലെത്തിച്ച് അവർ പുതുക്കിയെടുക്കുന്നു. ഇന്ത്യൻ ആർമി ലേലത്തിൽ വിറ്റ വണ്ടികളാണെന്നോ അല്ലെങ്കിൽ വിദേശ എംബസികളുടേതാണെന്നോ ഒക്കെ കാണിക്കുന്ന വ്യാജ പേപ്പറുകൾ ഇവർ നിർമ്മിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പരിവാർ വെബ്സൈറ്റിൽ കൃത്രിമം കാണിച്ച് അവർ വ്യാജ രജിസ്ട്രേഷൻ നേടുന്നു. ഹിമാചൽ പ്രദേശ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വണ്ടികൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് അതേ വണ്ടികൾ കോയമ്പത്തൂരിലേക്കും കേരളത്തിലേക്കുമൊക്കെയുള്ള പ്രമുഖ സെക്കൻഡ് ഹാൻഡ് ആഡംബര കാർ ഡീലർമാർ വഴി സിനിമാ താരങ്ങൾക്കും ബിസിനസ്സുകാർക്കും 4 ഇരട്ടി വിലയ്ക്ക് വിറ്റഴിക്കുന്നു. തുടക്കത്തിൽ ഏതാണ്ട് 150ഓളം വണ്ടികൾ ലക്ഷ്യമിട്ടാണ് അന്വേഷണം തുടങ്ങിയതെങ്കിലും ഏകദേശം 15,000-ലധികം വാഹനങ്ങൾ ഒരേ എഞ്ചിൻ നമ്പർ ഉപയോഗിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് CAG റിപ്പോർട്ട് കണ്ടെത്തിയത്. ഈ മാഫിയയുടെ ആദ്യത്തെ കണ്ണി ദുബായ്, ജപ്പാന്, ലണ്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലാണ്. അവിടെ നിന്ന് പ്രധാനപ്പെട്ട ആഡംബര വാഹനങ്ങൾ അവർ ഭൂട്ടാനിലേക്ക് ഓർഡർ ചെയ്തു വരുത്തുന്നു. ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദമുള്ള രാജ്യമായതിനാൽ ഭൂട്ടാനിലേക്ക് വണ്ടികൾ കൊണ്ടുവരാൻ വലിയ പ്രയാസമില്ല, പണച്ചെലവുമില്ല. വണ്ടികൾ ഭൂട്ടാനിൽ എത്തിച്ച ശേഷം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയായിട്ടുള്ള പശ്ചിമ ബംഗാളിലെ ജയ്ഗാവ് വഴി അതിരഹസ്യമായി ഇന്ത്യയിലേക്ക് കടത്തുന്നു. വണ്ടി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ഇന്ത്യൻ നമ്പർ പ്ലേറ്റും RC ബുക്കും ഒക്കെ വേണമല്ലോ. അതിനായി ഈ റാക്കറ്റിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും നിയമങ്ങളിലും ഒക്കെ പുലികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് പഴയ മിലിറ്ററി വാഹനങ്ങളുടെയോ വിദേശ എംബസി വാഹനങ്ങളുടെയോ ഒക്കെ ചേസസ് നമ്പർ ഒപ്പിച്ചെടുക്കും. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയോ കസ്റ്റംസിൻ്റെയോ ഒക്കെ ഒപ്പും സീലും ഒക്കെ വ്യാജമായി നിർമ്മിച്ച് വണ്ടികൾ ലേലത്തിൽ എടുത്തതാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കും. ഒരു ഒറിജിനൽ വണ്ടിയുടെ ചേസസ് നമ്പർ ഉപയോഗിച്ചിട്ട് 10ഉം 20ഉം വ്യാജ വണ്ടികൾ വരെ ഇവർ നിരത്തിൽ ഇറക്കാറുണ്ട്. സർക്കാരിൻ്റെ ഈ പരിവാഹൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് നേരിട്ട് തുളച്ചു കയറാൻ ഇവർക്ക് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായവും ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള അസം, മേഘാലയ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ RTO ഓഫീസുകളിലാണ് ഇവർ താവളമടിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ലക്ഷങ്ങൾ കൈക്കൂലി നൽകി യാതൊരു പരിശോധനയും കൂടാതെ ഈ വ്യാജ വണ്ടികൾ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഈ വ്യാജ വണ്ടികൾ രജിസ്റ്റർ ചെയ്ത് ഒറിജിനൽ RC ബുക്ക് ഇവർ സംഘടിപ്പിക്കും. വ്യാജ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ തമിഴ്നാട്, കർണാടക, കേരള തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റും. ഇവിടെയുള്ള ചില വൻകിട സെക്കൻഡ് ഹാൻഡ് ആഡംബര കാർ ഡീലർമാരാണ് ഈ മാഫിയയുടെ പ്രധാനപ്പെട്ട വിപണന കണ്ണികൾ. സിനിമാ താരങ്ങൾക്കും വൻകിട ബിസിനസ്സുകാർക്കും ഒക്കെ വണ്ടികൾ അത്യാവശ്യമായി വരുമ്പോൾ ഈ ഡീലർമാർ വളരെ കുറഞ്ഞ വിലയ്ക്ക്, ഉദാഹരണത്തിന് 2 കോടിയുടെ വണ്ടി 1.5 കോടി രൂപയ്ക്കൊക്കെ വിറ്റ് കാശ് സമ്പാദിക്കും. ഈ വണ്ടികൾ ഒരുതരം വെച്ചുമാറൽ പോലെയാണ് അത് നടക്കുന്നത്. സിനിമ ആവശ്യങ്ങൾക്കായിട്ട് താൽക്കാലികമായി വണ്ടികൾ വാടകയ്ക്ക് നൽകുന്നതും ഇവരാണ്. ഈ കസ്റ്റംസിൻ്റെ ഒരു കണ്ടെത്തലനുസരിച്ച് ഇത്തരത്തിലുള്ള ഏതാണ്ട് 200ഓളം വണ്ടികൾ കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഈ വണ്ടികൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകളാണ് സത്യത്തിൽ നടക്കുന്നത്. കസ്റ്റംസിൻ്റെ ഡ്യൂട്ടി വെട്ടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം വലിയ തോതിൽ ഹവാല നെറ്റ്വർക്കുകൾ വഴി വിദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് വെറും ഒരു നികുതി വെട്ടിപ്പ് കേസ് എന്നതിനപ്പുറം ഇതിൽ
തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ NIA, അതുപോലെ തന്നെ കള്ളപ്പണ വിരുദ്ധ ഏജൻസിയായിട്ടുള്ള ED എന്നിവർക്ക് ഇതിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ താല്പര്യമുള്ളത്. ചുരുക്കത്തിൽ വിദേശത്തെ ഏജന്റ് മുതൽ നമ്മുടെ നാട്ടിലെ കാർ ഡീലർമാർ വരെ നീളുന്ന ഒരു വലിയ ചങ്ങലയാണിത്. ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ വണ്ടി വാങ്ങുമ്പോൾ പോലും ഒട്ടനവധി പരിശോധനകളുള്ള നമ്മുടെ നാട്ടിൽ കോടികളുടെ ആഡംബര വാഹനങ്ങൾ ഇത്രയും കാലം അധികാരികളുടെ കണ്ണുവെട്ടിച്ച് ഓടിയത് ഈ സിസ്റ്റത്തിൻ്റെ വലിയൊരു വീഴ്ച തന്നെയാണ് കാണിക്കുന്നത്. ഈ ഓപ്പറേഷൻ നംകോർ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊച്ചി കസ്റ്റംസിൻ്റെ പ്രിവെൻറ്റീവ് വിഭാഗം രാജ്യത്താകെ നടത്തിയ റെയ്ഡുകളിൽ ഈ അന്താരാഷ്ട്ര റാക്കറ്റിലെ പ്രധാനപ്പെട്ട 7 സൂത്രധാരന്മാരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 10,000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ വമ്പന്മാരെയൊക്കെ പൂട്ടിയത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ദുൽഖർ സൽമാൻ്റെ പക്കലുണ്ടായിരുന്ന വണ്ടികളും കസ്റ്റംസ് പരിശോധിച്ചത്. ദുൽഖർ നായകനായ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഉപയോഗിച്ചതടക്കം ആകെ 4 വാഹനങ്ങളാണ് കസ്റ്റംസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വലിയൊരു തുക ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചിട്ട് ദുൽഖർ ഈ വണ്ടികളൊക്കെ താൽക്കാലികമായി തിരികെ വാങ്ങി. എന്നാൽ കസ്റ്റംസിൻ്റെ സംശയം ഇനിയും തീരുന്നില്ല. ദുൽഖറിൻ്റെ പേരിൽ ഇനിയും ഇത്തരം 4 വാഹനങ്ങൾ കൂടി ഉണ്ടെന്നാണ് അവർ സംശയിക്കുന്നത്. അതിനാലാണ് കഴിഞ്ഞ ദിവസം താരത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ദുൽഖർ സൽമാൻ ഇതിൽ കുറ്റക്കാരനാണോ? ദുൽഖർ ഈ കസ്റ്റംസിന് നൽകിയ മൊഴി വളരെ വ്യക്തമാണ്. തനിക്ക് ഈ വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വണ്ടികൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയതാണെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ കാർ ഡീലർമാരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നുമൊക്കെ കൃത്യമായ ബാങ്ക് ഇടപാടുകൾ നടത്തി നിയമപരമായ രേഖകളോടെയാണ് താൻ ഈ വണ്ടികൾ വാങ്ങിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദുൽഖറിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. വാഹനങ്ങളോട് അതീവ കമ്പമുള്ള ഈ കളക്ടേഴ്സ് വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദുൽഖർ. ഇന്ത്യയിലെ ഒരു വലിയ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ നിന്നോ അംഗീകൃത ഏജന്റിൽ നിന്നോ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഭൂട്ടാൻ മാഫിയ ഉണ്ടെന്ന് ഒരു ഉപഭോക്താവ് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ശൃംഖലയെ തകർക്കാതെ അവസാനമായി വാഹനം വാങ്ങിച്ചവരെ മാത്രം ചോദ്യം ചെയ്താൽ യഥാർത്ഥ കുറ്റവാളികളെ വീണ്ടും അതേ രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യത ഒരുങ്ങി കൊടുക്കുകയല്ലേ. ഇതാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ ഈ ഒരു രീതി സാധാരണമാണ്. ആദ്യം വാഹനം കണ്ടെത്തും, അതിനുശേഷം ഉടമയെ ചോദ്യം ചെയ്യും, അതിൽ നിന്ന് രേഖകൾ ശേഖരിക്കും, പിന്നീട് വാഹനം ആരാണ് വിറ്റത്, പണം എങ്ങനെ കൈമാറി, ഇറക്കുമതി എങ്ങനെ നടന്നു എന്നിങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ആ വലയം വികസിക്കും. അതുകൊണ്ട് ദുൽഖറിനെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് അതിന് യാതൊരു അർത്ഥവുമില്ല. അതുപോലെ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടതിനാൽ അന്വേഷണം തെറ്റാണെന്ന് നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. അന്വേഷണം ആവശ്യമാണെങ്കിൽ അത് നടക്കണം. പക്ഷേ അന്വേഷണത്തിൻ്റെ അവസാന ലക്ഷ്യം ഒരു സിനിമാ താരത്തിൻ്റെ പേരിൽ വാർത്ത സൃഷ്ടിക്കലാകരുത് എന്ന് മാത്രമാണ് ഇവിടുത്തെ പൊതുജനം ആഗ്രഹിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥ ശൃംഖലയെ കണ്ടെത്തുകയും നിയമലംഘനം നടത്തിയവർ ആരായാലും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഇവിടെയാണ് മാധ്യമങ്ങളും അവർക്കും വലിയ ഒരു ഉത്തരവാദിത്വമുള്ളത്. ഒരു താരത്തിൻ്റെ പേര് വന്നാൽ അത് വലിയ വാർത്തയാകും. പക്ഷേ അതേ കേസിലെ പ്രധാന പ്രതികളായ വ്യാപാരികളെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ നികുതി വെട്ടിപ്പിനെക്കുറിച്ചോ ഒക്കെ പലപ്പോഴും അത്ര ചർച്ചയുണ്ടാകുന്നില്ല. ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഒരു സെലിബ്രിറ്റിയിലേക്ക് തിരിയുമ്പോൾ പിന്നിലെ വലിയ സാമ്പത്തിക കുറ്റകൃത്യ ശൃംഖല പൊതു ചർച്ചയിൽ നിന്ന് മാറിപ്പോകാനുള്ള ഇടയുണ്ട്. അത് അന്വേഷണത്തിനും സമൂഹത്തിനും ഒരുപോലെ നല്ലതല്ല. ഈ കേസിൽ ഒടുവിൽ എന്താണ് തെളിയുക എന്നത് അന്വേഷണവും കോടതിയും ഒക്കെ തീരുമാനിക്കും. ദുൽഖർ സൽമാന്റെ പങ്ക് എന്തായിരുന്നു? അദ്ദേഹത്തിന് ഈ നിയമലംഘനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹം നിയമപരമായ ഒരു വാങ്ങുന്ന ആൾ മാത്രമായിരുന്നോ? ഇതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാം, രാജ്യത്ത് ശരിക്കും ഒരു വാഹന കടത്ത് ശൃംഖല വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തലവന്മാരെയും സാമ്പത്തിക ഗുണഭോക്താക്കളെയും കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ അതായിരിക്കണം ലക്ഷ്യം. ഒരു സിനിമാ താരത്തിൻ്റെ പേരിൽ മാത്രം കേസ് അവസാനിപ്പിച്ചാൽ സമൂഹത്തിന് ലഭിക്കുന്ന നേട്ടം വളരെ കുറവായിരിക്കും. ഈ കേസിൽ നമ്മൾ കാത്തിരിക്കേണ്ടത് ഒരാളുടെ അപമാനമോ അല്ലെങ്കിൽ ഒരാളെ മഹത്വവൽക്കരിക്കുന്നതോ അല്ല. സമ്പൂർണ്ണ സത്യമാണ് നമുക്ക് വേണ്ടത്. അത് പുറത്തു വരുമ്പോൾ ആരായാലും നിയമത്തിന് മുന്നിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതാണ് നിയമവാഴ്ചയുടെ ഒരു യഥാർത്ഥ അർത്ഥം.
ഒരു സിനിമാ താരത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു, വാർത്ത എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു, സോഷ്യൽ മീഡിയയിൽ വിധിയും പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരും ചോദിക്കുന്നില്ല. ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്താൽ കോടികളുടെ വാഹനക്കടത്ത് ഒരിക്കലും അവസാനിക്കില്ല. ഒരു നടനെ മണിക്കൂറുകളോളം ഇരുത്തി ചോദ്യം ചെയ്തതുകൊണ്ട് അതിർത്തി കടന്ന് ആഡംബര കാറുകൾ ഈ രാജ്യത്തേക്ക് ഒളിച്ച് കടത്തി കൊണ്ടുവരുന്ന ആ ശൃംഖല ഇല്ലാതാകുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ മുഴുവൻ ഈ സെലിബ്രിറ്റിയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ എവിടെയോ നിശബ്ദരായി വളരെ സന്തോഷത്തോടെ ഇരുന്ന് രക്ഷപ്പെടുകയാണോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദുൽഖർ സൽമാൻ അറിഞ്ഞുകൊണ്ട് നികുതി വെട്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ വൻകിട മാഫിയകൾ സിനിമാ താരങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.